വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ ആറ്റിങ്ങലും വെഞ്ഞാറമൂടിലും ശ്രീകാര്യത്തും പിണറായി പ്രസംഗിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും. സൂര്യനസ്തമിക്കാത്തൊരു സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയിലാദ്യമായി സായുധ കലാപം ഉയർത്തിയ ജനതയാണ് ആറ്റിങ്ങലിലേത്. വിമോചനത്തിൻ്റെ സ്വപ്നം ആദ്യം കണ്ടവർ അന്തിയുറങ്ങുന്ന ആ പോരാട്ട ഭൂമിയിൽ നിന്നാണ് ഇടതുമുന്നണിയുടെ നായകൻ തൻ്റെ ഇലക്ഷൻ പടയോട്ടം ആരംഭിച്ചത്. നൂറുകണക്കിന് ആളുകൾക്ക് നടുവിലേക്ക് വന്നിറങ്ങിയ പിണറായിയെ സ്ഥാനാർത്ഥി B. സത്യൻ ഷാളണിയിച്ച് സ്വീകരിച്ചു. കേരളത്തിലെ നിലവിലത്തെ അവസ്ഥയും UDF ഭരണവും ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ പിണറായി ആഞ്ഞടിച്ചു. മെട്രോയുടെ കാര്യത്തിൽ ഇപ്പോഴും തീവണ്ടി ഓടിത്തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ തൂണുകളാണ് കിടക്കുന്നത്. പരസ്പരം ബന്ധിപ്പിക്കാതെ ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന തൂണുകൾ പലയിടത്തും. അവിടെയാണ് മറ്റൊന്നും നടത്താൻ കഴിയാത്തത് കൊണ്ട് ട്രയൽ റൺ നടത്താൻ ഉമ്മൻചാണ്ടി പോയത്. എന്നിട്ട് കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു എന്നാണ്. ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ വിമാനത്തിൽ പോയി കളിയാമെന്ന് ആരും തിരിതിരിക്കരുത്. ഇനി അത് വിമാനത്താവളമായി മാറണമെങ്കിൽ എത്രയോ കാലം പിടിക്കും. UDF കഴിഞ്ഞ 5 വർഷം അധികാരത്തിലുണ്ടായതുകൊണ്ടാണ് ആ വിമാനത്താവളം പൂർണ്ണമാകാതിരുന്നത്. LDF ആയിരുന്നു അധികാരത്തിലെങ്കിൽ ആ വിമാനത്താവളം പണ്ടേ പൂർണ്ണതയിലായിട്ടുണ്ടാകുമായിരുന്നു. സംവരണം വേണ്ടെന്ന് പറയുന്ന RSSനൊപ്പം കൂടിയതുവഴി വെള്ളാപ്പള്ളി ആരുടെ താൽപ്പര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ആറ്റിങ്ങലിന് ശേഷം പിണറായി വെഞ്ഞാറമൂട്ടിലേക്ക് തിരിച്ചു. പിണറായിയുടെ പ്രസംഗം കേൾക്കാൻ നൂറുകണക്കിന് പേർ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ശ്രീകാര്യം ജംഗ്ഷനിൽ കടകംപള്ളിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പിണറായി എത്തിയപ്പോൾ നേരം നന്നേ ഇരുട്ടി. എന്നാൽ പ്രസംഗം കേൾക്കാനായി തടിച്ചുകൂടിയ ജനങ്ങളോട് ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ ഊന്നിയായിരുന്നു പിണറായി സംസാരിച്ചത്. തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച പിണറായിയുടെ പര്യടന പരിപാടി കാസർഗോഡ് വരെ നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. VS പാർട്ടി വിരുദ്ധനാണെന്ന് താൻ പറഞ്ഞതായുള്ള ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പറയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ തന്റെ വായിൽ തിരികെ കയറ്റുകയാണ്. പാർട്ടിയിലോ മുന്നണിയിലോ ഭിന്നത ഉണ്ടാക്കാമെന്ന് ആരും മനപ്പായസം ഉണ്ണേണ്ടായെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് CPM ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലെ VSനെതിരെയുള്ള പ്രമേയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഇതിനോടുള്ള പിണറായി വിജയന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? പാർട്ടി തീരുമാനങ്ങളും പാർട്ടി നിലപാടുകളും ഒക്കെ നിലനിൽക്കുന്നത് തന്നെയാണല്ലോ, അതല്ലാതിരിക്കില്ല. എന്താ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അത് സ്ഥാനാർത്ഥിത്വ പ്രശ്നം വേറെ, പാർട്ടി നിലപാട് വേറെ. സ്ഥാനാർത്ഥികൾ പൊതുവിൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. ആ കൂട്ടത്തിൽ സഖാവ് VSും സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകണം തന്നെയാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെയാണ് VS സ്ഥാനാർത്ഥിയായിട്ടുള്ളത്, അല്ലാതെ അദ്ദേഹം തീരുമാനിച്ച സ്ഥാനാർത്ഥിയായതല്ല. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ പിണറായി വിജയൻ VSനെ പാർട്ടി വിരുദ്ധനെന്ന് വിശേഷിപ്പിച്ചതായുള്ള വ്യാഖ്യാനത്തോടെ ഒരു വിഭാഗം മാധ്യമങ്ങൾ രംഗത്ത് വന്നു. വൈകിട്ട് ആറ്റിങ്ങലിൽ നടന്ന പാർട്ടി പരിപാടിയിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ മാധ്യമങ്ങൾ നൽകിയ വാർത്തകളോട് ഇങ്ങനെ പ്രതികരിച്ചു. നമ്മുടെ ചില മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ ഒരു അജണ്ട ഉണ്ടാവും എല്ലാവർക്കും അറിയാം. പക്ഷെ അവര് സാധാരണഗതിയിൽ പറയാത്ത കാര്യങ്ങൾ നമ്മുടെ വായിൽ തിരികെ കയറ്റുന്നത് ശരിയല്ല. ഈ ചില മാധ്യമ സുഹൃത്തുക്കൾക്ക് അവരുടേതായ ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ചില ഭിന്നതകളൊക്കെ വളർന്നു വരിക, ആ ഭിന്നതയുടെ ഭാഗമായിട്ട് അത് വലിയ തോതിൽ പെരുപ്പിച്ച് ഇതാ ഭിന്നതയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നൊക്കെ കണക്കൂട്ടിയവരുണ്ടായിരുന്നു. അവർക്കെല്ലാം വലിയ നിരാശയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സമ്മാനിച്ചത്. എല്ലാ തലത്തിലും യോജിച്ച പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാമെന്ന് മനപ്പായസം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അഴിമതിക്കാരായ UDF മന്ത്രിമാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. UDF സർക്കാരിലെ നിരവധി മന്ത്രിമാർ ആരോപണ വിധേയരാണെന്ന് VS ചൂണ്ടിക്കാട്ടി. കാസർഗോഡ് ജില്ലയിൽ LDF തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു VS. കാസർഗോഡ് ജില്ലയിലെ കുമ്പള, പാലക്കുന്ന്, ചിറ്റാരിക്കൽ എന്നിവിടങ്ങളിൽ VSന് ജനങ്ങൾ ഊഷ്മള വരവേൽപ്പ് നൽകി. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചും രമേശ് ചെന്നിത്തലയെക്കുറിച്ചും അടൂർ പ്രകാശിനെക്കുറിച്ചും കേരളത്തിലെ പ്രമുഖന്മാരായ മന്ത്രിമാരെ കുറിച്ചല്ല, വളരെ സംശയ
സംശയാസ്പദമായ അഴിമതിയുടെ കുരുക്കുകൾ ഓരോ ദിവസത്തിൽ തോർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നടൻ സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭ രാജ്യസഭയിലേക്ക് നിർദ്ദേശിച്ചു. 6 പേരുടെ നോമിനേറ്റഡ് പട്ടികയിലാണ് സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി ശുപാർശ ചെയ്തത്. കലാകാരന്മാരുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ഉടൻ അംഗീകാരം നൽകും. നേരത്തെ ദേശീയ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തേക്ക് നടനെ പരിഗണിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാനും BJP ശ്രമിച്ചിരുന്നു. തന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് കലാകാരന്മാർക്കുള്ള അംഗീകാരമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിനുള്ള പ്രധാനമന്ത്രിയുടെ സമ്മാനമാണിതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതിന് ശേഷം രാഷ്ട്രപതി അത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യണമല്ലോ. അത് ചിലപ്പോൾ ഇപ്പോൾ ആയിട്ടുണ്ടാവും. നല്ലത് അറിഞ്ഞാൽ എനിക്ക് എൻ്റെ ദൈവങ്ങളെ ഒന്ന് കാണണം. അതിനുശേഷം ഞാൻ നാട്ടുകാരോടൊക്കെ സംസാരിക്കും. പൂർണ്ണ സന്തോഷം എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അത് വരട്ടെ. പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ അറിയിപ്പുണ്ടായിരുന്നു ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടായേക്കും. അത് സുരേഷ് ഗോപിക്കുള്ള സമ്മാനമായിട്ടുള്ള, അത് കേരളത്തിനുള്ള സമ്മാനം എന്നാണ് പ്രധാനമന്ത്രി വിചാരിക്കുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭയിലേക്കുള്ള 3ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 62 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 1ഉം 2ഉം ഘട്ട വോട്ടെടുപ്പിലെ വ്യാപക അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ 1 ലക്ഷം സുരക്ഷാ ജീവനക്കാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി M സന്തോഷ് ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? മറിയ, മൂർഷിദാബാദ്, നദിയ, ബർദ്വാൻ ജില്ലകളിലും അതോടൊപ്പം തന്നെ വടക്കൻ കൽക്കത്തയിലും ആയി 62 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ വോട്ടെടുപ്പ് 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 1ഉം 2ഉം ഘട്ട വോട്ടെടുപ്പിൽ വ്യാപക അക്രമ സംഭവങ്ങൾ അരങ്ങേറിയതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വലിയ ഒരു സുരക്ഷയാണ് ഈ 62 മണ്ഡലങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ 3401 പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 75,000 അർദ്ധസൈനികരും 25,000 സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരുമാണ് സുരക്ഷാ ചുമതല വഹിക്കുന്നത്. പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കൽക്കത്തയിലെ നഗരമേഖലയിലാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മൂർഷിദാബാദ് ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ വടക്കൻ കൽക്കത്ത മേഖലയിലെ തിരഞ്ഞെടുപ്പിലുള്ള പ്രധാന പ്രചരണ വിഷയം തന്നെ കൽക്കത്തയിൽ മേൽപ്പാലം തകർന്നു വീണുണ്ടായ അപകടമാണ്. ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് പൊതുവെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇത് ഈ മേഖലയിലുള്ള വോട്ടെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടിയാകും എന്ന് തന്നെ പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ഈ ഘട്ടത്തിൽ മത്സരിക്കുന്ന പ്രമുഖ സ്ഥാനാർത്ഥികൾ CPIMന്റെ സിറ്റിംഗ് MLAയും മുൻ മന്ത്രിയുമായ അൻസൂർ റഹ്മാൻ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പോൾ സംസ്ഥാന വനിതാ ശിശുക്ഷേമ മന്ത്രിയായ ശശി പാഞ്ചെ, BJPയുടെ ദേശീയ സെക്രട്ടറി രാഹുൽ സിൻഹ തുടങ്ങിയവരാണ് ഈ ഘട്ടത്തിൽ മത്സരിക്കുന്ന പ്രമുഖ സ്ഥാനാർത്ഥികൾ. മറിയാം. പശ്ചിമ ബംഗാൾ നിയമസഭയിലേക്കുള്ള 3ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 62 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 1ഉം 2ഉം ഘട്ട വോട്ടെടുപ്പിലെ വ്യാപക അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ 1 ലക്ഷം സുരക്ഷാ ജീവനക്കാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. M സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പുതിയ 8 ബാറുകൾ അനുവദിച്ച സർക്കാർ നടപടിക്കെതിരെ UDF യോഗത്തിൽ സുധീരന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും വിമർശനം. ബാറുകൾ അനുവദിച്ചത് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നഷ്ടപ്പെടുത്തിയെന്ന് സുധീരൻ. തെരഞ്ഞെടുപ്പ് സമയത്ത് ബാറുകൾ അനുവദിച്ചത് ഉചിതമായില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. അനുവദിച്ചവ പൂട്ടാനാകില്ലെന്ന് മുഖ്യമന്ത്രിയും നിലപാടെടുത്തു. എല്ലാവർക്കും ഭക്ഷണം, വീട്, ആരോഗ്യം എന്ന പ്രഖ്യാപനത്തോടെ UDF പ്രകടന പത്രിക പുറത്തിറക്കി. പ്രകടന പത്രിക പുറത്തിറക്കാൻ ചേർന്ന UDF യോഗത്തിലാണ് പുതിയ 8 ബാറുകൾ അനുവദിച്ചതിൽ ലീഗും സുധീരനും അതൃപ്തി അറിയിച്ചത്. വലിയ വിവാദമുയർന്നതോടെയായിരുന്നു വിഷയം ചർച്ചയ്ക്കെടുത്തത്. തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ നഷ്ടപ്പെടുത്തുന്ന തീരുമാനമാണ് ഉണ്ടായതെന്ന് VM സുധീരൻ നിലപാടെടുത്തു. സുധീരനോട് യോജിച്ച PK കുഞ്ഞാലിക്കുട്ടി വ്യവസ്ഥകൾ കർക്കശമാക്കണമെന്നാവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് സമയത്ത് പുതിയ ബാറുകൾ അനുവദിച്ചത് ഉചിതമായില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മദ്യനയത്തിനുള്ളിൽ നിന്നാണ് പുതിയ ബാർ ലൈസൻസ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അനുവദിച്ചവ പൂട്ടില്ല, പുതിയവ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തീരുമാനിക്കാൻ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ ഈ 5 സ്റ്റാർ കൊടുക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമൊന്നും തന്നെ ടൂറിസം പ്രാധാന്യവുമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ്.
അപ്പം അത് പിന്നെ അതുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അത് 21 തന്നല്ലേ, അതല്ല പുതിയതിനെ സംബന്ധിച്ചിടത്തോളാണ് ഈ തീരുമാനം. അല്ല, ഈ പുതിയതിനെ സംബന്ധിച്ചാണ് ഈ തീരുമാനങ്ങൾ. എല്ലാവർക്കും വീട്, ഭക്ഷണം, ആരോഗ്യം എന്ന പ്രഖ്യാപനത്തോടെ യോഗത്തിനു ശേഷം പ്രകടന പത്രിക പുറത്തിറക്കി. 5 വർഷത്തിനുള്ളിൽ 15 ലക്ഷം പേർക്ക് തൊഴിൽ, സബ്സിഡി നൽകി ജൈവകൃഷി വ്യാപിപ്പിക്കൽ, കൃഷിക്കാർക്ക് പലിശരഹിത വായ്പ, മറ്റു പ്രധാന പ്രഖ്യാപനങ്ങൾ. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ കുടിവെള്ള പൈപ്പിന്റെ മോട്ടോർ കത്തിപ്പോയതിനെ തുടർന്ന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വെള്ളം കിട്ടാതായതോടെ നാട്ടുകാർ ഹൈവേ ഉപരോധിച്ചു. MLA-മാരുടെ നേതൃത്വത്തിൽ നടന്ന സമരം ജില്ലാ കളക്ടർ എത്തി പരിഹരിച്ചു. വെള്ളം എത്തിക്കാമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 2 ദിവസത്തിലധികമായി വെള്ളമില്ലാത്തതിനെ തുടർന്നാണ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ രോഗികളും കൂട്ടിരിപ്പുകാരും അടങ്ങുന്ന ആളുകൾ ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തിയത്. സംഭവമറിഞ്ഞ് അമ്പലപ്പുഴ, ആലപ്പുഴ MLA-മാരടക്കം ആശുപത്രിയിൽ എത്തിയതോടെ സമരം ശക്തിപ്പെട്ടു. ആശുപത്രിയിലെ വെള്ളപ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ജില്ലാ കളക്ടർ ഇടപെടാത്തതിനെ തുടർന്നാണ് ജനപ്രതിനിധികൾ അടക്കമുള്ള നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. നേരത്തെ ആശുപത്രി അധികൃതരുമായി MLA-മാർ സംസാരിച്ചപ്പോൾ വാട്ടർ അതോറിറ്റി വെള്ളം നൽകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. 2 ദിവസം മുൻപാണ് ആശുപത്രിയിലെ 45,000 രൂപ വിലയുള്ള മോട്ടോർ കത്തിപ്പോയത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കടലാസുപേനയും വൃക്ഷത്തിന്റെ വിത്തുമായി ഒരു പുതിയ ആശയം പരിചയപ്പെടുത്തുകയാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള പദ്ധതികളിലൂടെ ശ്രദ്ധേയമായ ലക്ഷ്മി മേനോൻ. ഉപേക്ഷിക്കപ്പെടുന്ന പേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിത്ത് മണ്ണിനോട് ചേർന്ന് മരമായി വളരുന്നു എന്നതാണ് വിത്ത് ലവ് എന്ന ആശയത്തിലൂന്നിയുള്ള പേന. അമ്മൂമ്മത്തിരി എന്ന സംരംഭത്തിലൂടെ കൈരളി ടിവിയുടെ വനിതാ വ്യവസായിക സംരംഭക പുരസ്കാരത്തിന് നേരത്തെ ലക്ഷ്മി അർഹയായിരുന്നു. എഴുതി മഷിപറ്റി ഒടുവിൽ വലിച്ചെറിയപ്പെടുന്ന പേനകൾ ഇനിയൊരു മരമായി വളരും. ഔഷധ ഗുണമുള്ള അഗസ്ത്യമരം. ഓപ്പൻ എന്ന ബ്രാൻഡിലെ വിത്ത് ലവ് എന്ന സീരീസിലാണ് വിത്തുവാഹിനികളായ പേനകൾ. എൻട്രി എന്നാണ് ഈ ആശയത്തിന് ലക്ഷ്മി നൽകിയിരിക്കുന്ന പേര്. ഫ്രീ വൈഫൈ അന്വേഷിക്കുന്ന മനുഷ്യൻ ഈ ഒരു കാലഘട്ടത്തിൽ അന്വേഷിക്കേണ്ടത് ഓക്സിജനാണെന്ന് കൂടി ലക്ഷ്മി പറഞ്ഞു വെക്കുന്നു. പേനയിൽ മലയാള അക്ഷരങ്ങളും പ്രമുഖരുടെ വചനങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് പെൻസിനെ നമുക്ക് അപ്പാടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റാണ് ശരിക്കും ഈ പേപ്പർ പെൻ. അതിൻ്റെ ക്വാളിറ്റി കൊണ്ട് അതിൻ്റെ ആ തിക്നെസ്, അതിൻ്റെ സ്ട്രെങ്ത് എല്ലാം ഒരു പ്ലാസ്റ്റിക് പെന്നിനോട് കിടപിടിക്കുന്നത് തന്നെയാണ്. അപ്പം എന്തുകൊണ്ടും നമുക്ക് പ്ലാസ്റ്റിക് മാറ്റിയിട്ട് ഈ പെൻ ഉപയോഗിക്കാം. തൻ്റെ നിർമ്മാണ സംരംഭത്തിലൂടെ സമീപവാസികളായ സ്ത്രീകൾക്ക് ചെറിയ വരുമാനമാർഗം ഒരുക്കി നൽകാനും ലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ ആശയത്തോട് സഹകരിക്കാൻ പല സ്ഥാപനങ്ങളും ഇതിനകം മുന്നോട്ട് വന്നു. ഇവരുടെ സഹായത്തോടെ ആദ്യഘട്ടത്തിൽ പേന വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനാണ് ശ്രമം. അവരിലൂടെ പാകപ്പെടുന്ന ആശയം നാളെ ഒരു കാലം തണലും തണുപ്പുമായി വളരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജൈവ പച്ചക്കറി കൃഷിയിലൂടെ നൂറുമേനി വിളയിച്ച് വീട്ടമ്മയുടെ പെൺകരുത്ത്. വടയാർ മാങ്ങാട്ടുതറയിൽ അനിത രാമചന്ദ്രനാണ് ജൈവ പച്ചക്കറി കൃഷിയിലൂടെ മുഴുവൻ സമയ കർഷകയായി മണ്ണിൽ കനം വിളയിക്കുന്നത്. കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ നിരവധി പുരസ്കാരങ്ങളും അനിതയെ തേടിയെത്തിയിട്ടുണ്ട്. വീടിനോട് ചേർന്നുള്ള 75 സെന്റ് സ്ഥലത്തും ഗ്രോ ബാഗിലുമായാണ് അനിത ജൈവകൃഷി നടത്തുന്നത്. പാവൽ, പടവലം, ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങി 22 തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നു. ഒരു ഞെട്ടിൽ ഒന്നിലധികം കായുണ്ടാകുന്ന വടയാർ വഴുതനയാണ് ഇവയിൽ വ്യത്യസ്തൻ. ചൈനീസ് ചീരയടക്കം 5ലധികം ചീരകളും പല വലിപ്പത്തിലുള്ള 10 തരം മുളകും മീറ്റർ പയറും നാടൻ തക്കാളിയുമെല്ലാം ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത് കാണാം. വീട്ടിലെ ജൈവമാലിന്യ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന സ്ലറി ഉപയോഗിച്ചാണ് കൃഷി. CPIM നേതൃത്വത്തിൽ ജൈവകൃഷി വ്യാപിപ്പിക്കാനുള്ള ഇടപെടലുകൾ സ്വന്തം പുരയിടത്തിൽ പൊന്നു വിളയിക്കുന്നതിന് പ്രചോദനമായതായി അനിത വ്യക്തമാക്കുന്നു. കാബേജ്, കോളിഫ്ലവർ അതൊക്കെ ഒരുവിധം വലിയതായിട്ട് തന്നെ നമുക്ക്, ക്യാരറ്റൊക്കെ നമ്മളൊരു പ്രതീക്ഷയില്ലായിരുന്നാണ്. അതൊക്കെ നമുക്കൊരുവിധം വിളവെടുക്കാൻ സാധിക്കുന്നുള്ള ഒരു ഭയങ്കര സന്തോഷം. വിളവെടുക്കണേക്കാളും കൂടുതൽ ഇതൊക്കെ വിളഞ്ഞു കിടക്കുന്നത് കാണുന്നത് തന്നെയാണ്. വടയാർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായ ഭർത്താവ് രാമചന്ദ്രനും മക്കളായ അഭിരാമും അഭിഷേകും സഹായികളായി അനിതയ്ക്കൊപ്പമുണ്ട്. തട എടുത്തു കൊടുക്കലും നമ്മളതിന് പന്തലിടയിൽ അങ്ങനെ എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് ഉണ്ടായി കിടക്കുന്ന കാണാനാണ് ഏറ്റവും സംതൃപ്തി. മികച്ച ജൈവ കർഷകരെ കണ്ടെത്താനായി കൃഷിഭൂമി എന്ന സംഘടന സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ മത്സരത്തിൽ അനിതയ്ക്കായിരുന്നു 1ാം സ്ഥാനം. കൃഷിഭവൻ, റോട്ടറി ക്ലബ്ബ്, വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവയുടെ നിരവധി അംഗീകാരങ്ങളും അനിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ജൈവ കാർഷിക രീതിയിലൂടെ മണ്ണിലും മട്ടുപ്പാവിലും നൂറുമേനി വിളയിച്ച്
കർഷകർക്ക് മാതൃകയും പ്രചോദനവുമാവുകയാണ് അനിത എന്ന ഈ വീട്ടമ്മ. വടയാറിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർ പൂക്കരയോടൊപ്പം ടി പി പ്രശാന്ത്.